ഇപ്പം ലാസ്റ്റ് ഡേ ഞാൻ നമ്മളുടെ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്യുമായിരുന്നു. ഡെസ്മയുടെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മളുടെ ഗൂഗിൾ റിവ്യൂ തന്നെയാണ്. കാരണം ഇന്നേ വരെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കാൻഡിഡേറ്റിനോട് സംസാരിക്കുന്നത്. അവർക്ക് ഓരോ സ്റ്റേജസും നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും. ലാസ്റ്റ് ഡേ ഇതേപോലെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഫോൾസ് പ്രോമിസസ് കൊടുത്തിട്ട് വരുന്ന ആഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലിക്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വിസയിൽ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ശേഷം ഓസ്കിക്ക് പോയാൽ മതി എന്ന് വരെ പറഞ്ഞിട്ട് ആഡ്സ് റൺ ചെയ്ത് ക്യാൻവാസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ലാസ്റ്റ് ഡേ ഞാൻ നമ്മളുടെ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഡെസ്മയുടെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മളുടെ ഗൂഗിൾ റിവ്യൂ തന്നെയാണ്. കാരണം ഇന്നേ വരെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എമർജിങ് സ്റ്റേജിൽ നിയർലി ഇപ്പം ഒരു 2 years ആവുന്നു ഡെസ്മ നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കാൻഡിഡേറ്റ്സിനടുത്ത് സംസാരിക്കുമ്പോൾ ഓക്കെ നഴ്സിംഗ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസ്മനെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന ഒരുപാട് ക്ലയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കൊടുത്തേക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെ അല്ലേ അവര് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കാൻഡിഡേറ്റിനോട് സംസാരിക്കുന്നത്. അവർക്ക് ഓരോ സ്റ്റേജസും നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു 2 yearsനുള്ളിൽ മോർ ദാൻ 1000 നഴ്സസ് നമ്മൾ ത്രൂ പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മിക്കവാറും നഴ്സസ് ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ സ്റ്റാഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫ് അതുപോലെ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പേര് എടുത്ത് അവർ പറയാറുണ്ട്. അതിനുള്ള റീസൺ ഇത് തന്നെയാണ്. ഏത് ടൈമിലും നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആകെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അവൈലബിൾ അല്ലാണ്ടിരിക്കാറുള്ളൂ. പിന്നെ നമുക്ക് കാൻഡിഡേറ്റ്സ് പല കൺട്രിയിൽ നിന്നുണ്ടല്ലോ. ഇപ്പോൾ കാനഡയുണ്ട്, ഓസ്ട്രേലിയ, US അങ്ങനെ പല ടൈം സോണിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ അവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ അതിന് ആൻസർ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും. ഈവൻ ഡോക്യുമെൻറ്റേഷൻ ടീമോ സെയിൽസ് ടീമോ അവൈലബിൾ അല്ലെങ്കിൽ ഞാനാണെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ പല കാൻഡിഡേറ്റ്സും പല പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ഓസ്ട്രേലിയയുടെ സ്റ്റാർട്ട് ചെയ്യാൻ വരാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവർ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാണിച്ച ഒരു ഫോളോ അപ്പ്, അവരുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ പ്രോസസ്സും പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റേജിൽ നമ്മൾ ചെയ്ത സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെസ്മയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് വരെ കാൻഡിഡേറ്റ്സിന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ചും കൂടി ആ ഒരു ട്രസ്റ്റ് കാൻഡിഡേറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസിഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുമ്പം ഡിസിഷൻ ലെറ്റർ എൻ്റെ വന്നോ ഇല്ലയോ എന്ന് കാൻഡിഡേറ്റ് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഡെസ്മയുടെ സ്റ്റാഫ്സ് അവരെ അത് അറിയിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ നിങ്ങളുടെ DL വന്നിട്ടുണ്ട്, ഇനിയുള്ള അടുത്ത പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം. നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ NCLEX-R and OSCE ലാംഗ്വേജ് ടെസ്റ്റ് ഇങ്ങനെ 3 സെക്ഷൻസ് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമായിരിക്കാം. ബട്ട് അതുവരെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ അറിയിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതും ഡെസ്മയുടെ ഗുഡ് വില്ലിന് ഏറ്റവും കൂടുതൽ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നൊരു കാര്യവും അത് തന്നെയാണ്. അതെ, ഇപ്പം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കാൻഡിഡേറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഓരോ സ്റ്റേജിലും കാൻഡിഡേറ്റ് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ആൻസർ കൊടുക്കാറുണ്ട്. അതിനൊക്കെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൊഫൈൽസ് ഹാൻഡ് ഓവർ ചെയ്ത് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നെ പേഴ്സണലി അനുഭവം ഉള്ളതാണ്. കാൻഡിഡേറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ വേറൊരു സ്ഥലത്ത് പ്രോസസ്സ് ചെയ്യായിരുന്നു, അപ്പോൾ ഡെസ്മ ത്രൂ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുമോ, ലൈക്ക് പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡെസ്മയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാൻഡിഡേറ്റ് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിലും ഒരു സർവീസ് എടുക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സ്റ്റഡി അബ്രോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈഗ്രേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പേഴ്സണലി പോയിട്ട് അവിടെ ചെക്ക് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്സും അവിടെയുള്ള ആളുകളും എനിക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട്
തോന്നുവാണെങ്കിൽ മാത്രമാണ് ഞാനൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം പല കേസിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയർലി 8.5 ലാക്ക് INR സ്പെൻഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ. അതുകൊണ്ട് മാത്രമായില്ല, അത് കഴിഞ്ഞ് അവരുടെ PR കാര്യങ്ങളൊക്കെ വരുമ്പം അഡീഷണൽ എക്സ്പെൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമുക്ക് അക്രോസ് ദ ഗ്ലോബ്, ഈവൻ GCC അല്ലെങ്കിൽ ഇനി അതർ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരെ കാൻഡിഡേറ്റ്സ് വരുന്നത് ഈവൻ സിംഗിൾ കോളിൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറയുക, ഓൺ ദ സ്പോട്ട് തന്നെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റിയും വരുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മളിപ്പം ഒരു സർവീസ് ആയിക്കോട്ടെ, ഇനി അതർ കൈൻഡ് ഓഫ് സെയിൽസ് ആയിക്കോട്ടെ, ആ ഒരു കാൻഡിഡേറ്റ് നമ്മളുടെ കൂടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫോളോ അപ്സ് ആവശ്യമുണ്ട്. ശരിക്കും ഇവിടെ ഡെസ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫോളോ അപ്സ് വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതും ശരിക്കും പറഞ്ഞ ഒരു അഡ്വാൻറ്റേജാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെസ്മയുടെ സ്റ്റാഫ്സ് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് തന്നെയാണ് ആക്ച്വലി വിത്തൗട്ട് എ ഫോളോ അപ്പ് നമുക്ക് എന്താ പറയുക നഴ്സസ് പ്രൊഫൈൽസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതന്നെ. മോർ ദാൻ 98% കാൻഡിഡേറ്റ്സ് നമുക്ക് ഗൾഫ് കൺട്രിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അവരാരും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓഫീസിൽ വന്നിട്ടല്ല അല്ലേ. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി കുറേ കോൾസ് വരാറുണ്ട്. ചില സമയത്ത് കോൾസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാറില്ല, എന്നാലും വാട്സപ്പ് ത്രൂ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കാറ്. അത് ത്രൂ തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് കൂടുതൽ ആളുകളും. ഇപ്പം റീസെൻ്റ് ആയിട്ടേ നമ്മളിപ്പോൾ ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണെങ്കിൽ അറിയാമല്ലോ, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇനി അതർ ആഡ്സ് ആണെങ്കിലും ഇതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പോപ്പപ്പ് വരാറുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഡേ ഇതേപോലെ സെർച്ച് ചെയ്തപ്പം ഇതേപോലെ ഒരുപാട് ഫോൾസ് പ്രോമിസസ് കൊടുത്തിട്ട് വരുന്ന ആഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ജോബായിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വരാം, അല്ലെങ്കിൽ NCLEX RN ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വിസയിൽ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ശേഷം ഓസ്കിക്ക് പോയാൽ മതി എന്ന് വരെ പറഞ്ഞിട്ട് ആഡ്സ് റൺ ചെയ്ത് ക്യാൻവാസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ റീസെൻ്റ്ലി നമ്മുടെ കെയറർ വിസ ആ ഒരു ഡീറ്റെയിൽസ് വന്ന ടൈമിൽ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു, കെയറർ വിസ ചെയ്ത് കൊടുക്കുമെന്ന്. കുറേ ഫേക്ക് പ്രോമിസസ് കൊടുത്തിട്ടൊക്കെയാണ് പലരും കാൻഡിഡേറ്റ്സിനെ ക്യാൻവാസ് ചെയ്യുന്നത്. പക്ഷേ ഡെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താണോ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം അത് കാൻഡിഡേറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർ കൺവിൻസ്ഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. ആളുടെ ഫാമിലി ഓഫ് 3 ആണ്. പ്രൈമറി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ആളുടെ കുട്ടി മൈൽഡ്ലി ഓട്ടിസ്റ്റിക് ആണ്. അപ്പം യൂഷ്വലി ഇതേപോലെ ജനറ്റിക് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മൈഗ്രേഷൻ പോസിബിൾ അല്ല. ആൾ ഒരുപാട് കൺസൾട്ടൻസിയിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ ആൻസർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മെഡിക്കലിൻ്റെ ടൈമിൽ നമുക്ക് നോക്കാം, അതിന് മുന്നേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോ കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ഒരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരാൾ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കോംപ്ലിക്കേഷൻ തന്നെയാണ്, പിന്നെ ആ ഒരു ടൈമിൽ ബൈ ലക്ക് ക്ലിയർ ആയാൽ മാത്രമായിരിക്കും കുട്ടിയുടെ മൈഗ്രേഷൻ പോസിബിളായിട്ട് ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടീനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ലാത്ത കേസിൽ പോലും കാൻഡിഡേറ്റ്സ് നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്മൾ ത്രൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് യാതൊരു ഉറപ്പില്ലാത്ത കേസാണ് ഞാൻ ഈ പറഞ്ഞ കാൻഡിഡേറ്റിൻ്റെ. സ്റ്റിൽ ആൾ ഡെസ്മ ത്രൂ ഇപ്പം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NCLEX RN എക്സാമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ശരിക്കും ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഡെസ്മ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിൻ്റെ നമ്പേഴ്സ് അല്ല നോക്കണം. നമുക്കിപ്പോൾ ഇത്രയും നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും ആളുകളെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പ്രോസസ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ആ ഒരു ടോട്ടൽ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. റീസെൻ്റ്ലി എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. കാൻഡിഡേറ്റിൻ്റെ ഏജ് 49 ആണ്. GNM ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ GNM കഴിഞ്ഞ ഒരു നഴ്സിന് ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ വേറെ പാത്വേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ള എൻക്വയറി ആയിട്ടാണ് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നഴ്സ് ഇനി ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലും അവർക്ക് PR എന്നുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഓസ്ട്രേലിയൻ്റെ PR ഏജ് ലിമിറ്റ് 45 ആണ്. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാം. 49 ആകുമ്പം ജോബിൻ്റെതും ഇപ്പോൾ എല്ലാ എംപ്ലോയേഴ്സും എടുക്കണം എന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈൽ എടുക്കാം, എടുത്തിട്ട് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ക്ലിയർ ആയിട്ട് നമ്മളത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ആ ഒരു നഴ്സ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എന്താണോ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കാൻഡിഡേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
ഇതൊക്കെ നമ്മുടെ ഒരു ഗുഡ് വില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സക്സസ് റേറ്റും കൂടിയിട്ടാണ്. അപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ ആയിക്കോട്ടെ, ഈവൻ എൻക്ലിക്സ് ആർ എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഓസ്കി ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു സക്സസിൻ്റെ പെർസെൻറ്റേജും ഈ പറഞ്ഞ പോലെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു റിസൾട്ടും ഡെസ്മയുടെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ്. നമുക്ക് കൂടുതലും പ്രൊഫൈൽസ് വരുന്നത് ഇപ്പോൾ ഒരാൾ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഇവരിത് സർക്കുലേറ്റ് ചെയ്യും, ലൈക്ക് പ്രോസസ്സ് ചെയ്തത് ഡെസ്മയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി പ്രൊഫൈൽസ് നമുക്ക് വരാറുണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം. പിന്നെ വേറൊരു കാര്യം നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റുന്നത് ഇന്ത്യയിലെ നമ്പർ 1 എൻക്ലെക്സ് ആർ കോച്ചിങ് സെൻറ്റർ വരെ ഡെസ്മ ഇൻ്റർനാഷണലാണ് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. സോ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ.